ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും എന്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാലും അവസാനം നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് വരിക, നമ്മുടെ കംഫർട്ട് സോണിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം വീട് എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ സ്വപ്നമാണ്. അങ്ങനെയുള്ള സ്വപ്നങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവയ്ക്കാം ഹോം ടോക്സിലൂടെ. എല്ലാവർക്കും ഹോം ടോക്സിൻ്റെ ഒരു ഫ്രഷ് എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തുള്ളൊരു വീട്ടിലാണ്. ഈ വീടിൻ്റെ ഡിസൈനും ഡീറ്റെയിലിങ്ങും കാര്യങ്ങളും നമുക്കറിയാം. അതിനു മുന്നേ നമുക്ക് ഈ വീടൊന്ന് കാണാം. വീട് കണ്ടല്ലോ. ഇതുപോലൊരു വീടോ അല്ലെങ്കിൽ ഈ വീട്ടിൽ കണ്ട പല കാര്യങ്ങളോ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നും എന്തൊക്കെയാണല്ലോ യൂസ് ചെയ്തിരിക്കുന്നതെന്നും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം കാണും. നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. തിരുവനന്തപുരം ജില്ലയിലെ മുക്കോലയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 6 സെൻറ്റിലാണ് വീടുള്ളത്. 3000 സ്ക്വയർ ഫീറ്റിലാണ്. ഈ പ്രോപ്പർട്ടിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതയും ബാക്കി കാര്യങ്ങളും ഇതിൻ്റെ ആർക്കിടെക്റ്റ് തന്നെ നമുക്ക് പറഞ്ഞു തരും. ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രാഫൈറ്റ് ഹോംസ് ആണ്. ഗ്രാഫൈറ്റ് ഹോംസിൻ്റെ ലീഡ് ആർക്കിടെക്ട് TG അരുൺ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അരുണിനോട് തന്നെ ബാക്കി ഡീറ്റെയിൽസ് ചോദിക്കാം. ഹായ് അരുൺ. ഹായ്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ പ്രോപ്പർട്ടിയുടെ കാര്യമാണ്. പ്രോപ്പർട്ടിക്ക് ഒരു വലിയ സ്പെഷ്യാലിറ്റി ഉണ്ടായിരുന്നു അല്ലേ? ഒരു 45 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരുന്നു ഈ ലാൻഡ് ഉണ്ടായിരുന്നു. ഇതൊരു 6 സെന്റ് പ്ലോട്ടാണ്. ഫസ്റ്റ് നമ്മൾ ക്ലയൻറ്റ് മീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ എല്ലാ സൈറ്റിലും ഫസ്റ്റ് പോയി പ്രോപ്പർട്ടി കാണാറുണ്ട്. കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഒരു ഞെട്ടലായിരുന്നു. കാര്യം ഫസ്റ്റ് ഫ്രണ്ട് വെസ്റ്റ് ടു ഈസ്റ്റ് ബാക്കാണ്. അതൊരു 45 ഡിഗ്രിയിലാണ് ചെരിഞ്ഞ് കിടക്കുന്നത്. റെക്ടാംഗുലർ പ്രോപ്പർട്ടിയാണ്. 6 സെൻസ് ആണ്. ബട്ട് വെസ്റ്റ് ടു ഈസ്റ്റ് ഈ ഇൻക്ലിനേഷൻ നമുക്കത് എങ്ങനെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്യാം. വേണമെങ്കിൽ സ്കൂപ്പ് ചെയ്ത് കളഞ്ഞിട്ട് മൊത്തം പില്ലർ റേസ് ചെയ്തിട്ട് നോർമൽ രീതിയിൽ ചെയ്യാം. പക്ഷേ ക്ലയൻറ്റ് നമുക്കൊരു ഫ്രീഡം തന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലോട്ടിൻ്റെ ഷേപ്പിന് തന്നെ നമുക്ക് ഈ വീടിനെ ഡിസൈൻ ചെയ്യാനാണ്. മാക്സിമം സ്പേസും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി. ഇപ്പോൾ തന്നെ 6 സെൻസ് ഉണ്ടെങ്കിലും ഫ്രണ്ടിൽ കാർ പോർച്ചിന് അല്ലെങ്കിൽ കാർ സ്പേസ് ഒക്കെ നമ്മൾ മാക്സിമം കൊടുത്തതിന് ശേഷമാണ് സിറ്റ് ഔട്ട്. അതുപോലെ തന്നെ ഇനി താഴോട്ട് 2 നില കിടപ്പുണ്ട്. മുകളിലും ഒരു നിലയുണ്ട്. ഈ മുകളിലത്തെ ഈ ഒരു ഫ്ലോറിൽ മാക്സിമം സ്പേസ് കാൻഡിലിവറിലാണ് നിൽക്കുന്നത്. മീൻസ് ആ ഒരു ബെഡ്റൂം ഒക്കെ അതൊക്കെ ഡിസൈൻ ആസ്പെക്ട്സിൽ കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. എത്ര ബെഡ്റൂംസ് ആണുള്ളത്? മൊത്തം 5 ബെഡ്റൂം ഉണ്ട്. ഈ വീട്ടിൽ പേവിംഗ് സ്റ്റോൺസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കടപ്പ സ്റ്റോൺസും മിഡിലായിട്ട് നാച്ചുറൽ സ്റ്റോൺസ്, കോബിൾ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ടാണ് പേവിംഗ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബുദ്ധ സ്പേസ്, ഒരു പാഷ്യോ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഗ്രീനറിയും അതുപോലെ തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു വാട്ടർഫോൾ ഈ ഒരു പാഷ്യോയ്ക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബുദ്ധ തന്നെ നാച്ചുറൽ സ്റ്റോണിലാണ് ബുദ്ധേനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം അത്യാവശ്യം പ്ലാന്റ്സ് ഉള്ള സ്പേസിൽ മാക്സിമം സ്പേസ് യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഓരോയിടത്തും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ വേസ്റ്റേജ് ഇല്ലാതെയാണ് വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാർക്കിങ്ങിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം ഒരു 2 അല്ലെങ്കിൽ 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ സിറ്റ് ഔട്ടിലേക്ക് പോകുമ്പോൾ സിറ്റ് ഔട്ടും വൈഡായിട്ടാണ്. അതായത് വീടിന് അത്യാവശ്യം വിട്ത് തോന്നിക്കുന്ന രീതി, റെക്ടാംഗുലർ ആണെങ്കിലും വീടിന് അത്യാവശ്യം വിട്ത് തോന്നിക്കുന്ന രീതിയിലാണ് സിറ്റ് ഔട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൽ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്, ലെതർ ഫിനിഷ് ഗ്രാനൈറ്റ് ആണ്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറും ബാക്കി വിൻഡോവും കൊടുത്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. നമുക്ക് വീടിൻ്റെ ഉൾഭാഗം കാണാം. ഡോറ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് ഈ വീടിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ലിവിങ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസ് ആക്ച്വലി നല്ല കംഫർട്ടബിളും കോസി ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഡെഫിനിഷൻസിലേക്ക് പോവുകയാണെങ്കിൽ CNC കട്ടിങ്ങും അതുപോലെ തന്നെ ലാമിനേറ്റ്സും യൂസ് ചെയ്തിട്ടുണ്ട്. ലിവിങ് സ്പേസിന് ഒരു ബേജ് ക്രീം ഷെയ്ഡാണ്. അതിനനുസരിച്ച് തന്നെ മാച്ച് ആവുന്ന രീതിയിലാണ് ബ്ലൈൻഡ്സും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോഫയിലേക്ക് വരുമ്പോഴത്തേക്കും സോഫയും ഒരു ബേജ് ഷെയ്ഡിലാണ്. അതിന് കോമ്പിനേഷനായിട്ട് പില്ലോസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് TV യൂണിറ്റ് ആണ്. TV യൂണിറ്റ് വന്നിട്ട് ഒരു കോൺട്രാസ്റ്റിംഗ് ഷെയ്ഡിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. PVC ഫ്ലട്ടർ ബോർഡ്സും
CNC GI ഷീറ്റ്സിൽ CNC കട്ടിംഗ് ചെയ്തിട്ടുള്ള പാറ്റേൺസുമാണ് TV യൂണിറ്റിന് കൊടുത്തിട്ടുള്ളത്. TV യൂണിറ്റിനൊപ്പം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിസൈനാണുള്ളത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ലിവിങ്ങിൽ സീലിംഗ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് പ്രൊഫൈൽ ലൈറ്റിംഗ്, അതും വാം പ്രൊഫൈൽ ലൈറ്റിംഗ് കാണാം. ഓൾസോ ജിപ്സം ബോർഡിൽ കട്ടിങ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ലിവിങ്ങിൽ 2 സൈഡിലായിട്ട് വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിലും നാച്ചുറൽ ലൈറ്റിനായിട്ട് ലിവിങ്ങിൽ നിന്ന് റൈറ്റിലേക്ക് കണക്ട് ചെയ്ത് പൂജാ റൂമിലേക്ക് എൻ്റർ ചെയ്യുന്ന പോർഷനിൽ നാച്ചുറൽ ലൈറ്റിനായിട്ടും കൂടി ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. യൂഷ്വലി ക്ലാഡിങ്സ് ആണ് നമ്മൾ കൂടുതൽ വീടിനുള്ളിൽ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊന്നും മാറി ടെക്സ്ചർ പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളൊരു വോളാണ് ഈ ഏരിയയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിലും അത്യാവശ്യം പ്ലാന്റ്സ് എല്ലാം വെച്ച് ഒരു ഗ്രീനറി അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്ക് ഈ വീടിൻ്റെ പൂജാ സ്പേസ് ആണ്. ചെറിയ സ്പേസ് ആണെങ്കിലും കന്നിമൂലയിലായിട്ടാണ് ഈ വീടിൻ്റെ പൂജാ റൂം പൊസിഷൻ ചെയ്തിട്ടുള്ളത്. ലിവിങ്ങിൻ്റെ നേരെ ഡൈനിങ്ങിലേക്കാണ് വരുന്നത്. ഡൈനിങ്ങിൽ ഫേർണിച്ചറും കസ്റ്റമൈസ് ചെയ്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ്ങിൽ സ്പെഷ്യലായിട്ട് വരാൻ ഒരു കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ കിച്ചൺ കം ക്ലോസ്ഡ് ആയിട്ടാണ്, അതൊരു സ്പെഷ്യൽ ഡിസൈനാണ്. ഇവിടെ നോക്കുമ്പോൾ ഓപ്പൺ ആയിട്ടും ദ അതർ സൈഡിൽ പോകുമ്പോഴത്തേക്കും ക്ലോസ്ഡ് കിച്ചൺ ആയിട്ടും ആണ് കിച്ചൺ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഐറൺ കിച്ചൺ സെറ്റപ്പിലാണ് കിച്ചൺ ഹോബും ഹുഡും ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഡിസൈൻ ഒട്ടും ക്ലട്ടേർഡ് ആവാത്ത രീതിയിലാണ് കിച്ചൺ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഈ വാൾ ടൈൽസ് ആയാലും അതുപോലെ കൊടുത്തിരിക്കുന്ന ലാമിനേറ്റ്സും അതുപോലെ തന്നെ കിച്ചൺ ടോപ്പും എല്ലാം ഫിക്സ്ഡ് പാറ്റേൺ എന്നുള്ള രീതിയിലാണ് പോയിരിക്കുന്നത്. കിച്ചൺ ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സിങ്ക് ആണെങ്കിലും മാറ്റ് ബ്ലാക്ക് ഷെയ്ഡിലാണ്, നമ്മൾ അധികം കാണാത്ത ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് സിങ്ക് ഉള്ളത്. ഡൈനിങ്ങിൽ വാഷ് കൗണ്ടർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഒട്ടും സ്പേസ് പോവാത്തൊരു രീതിയിലാണ്. അതുപോലെ വാഷ് കൗണ്ടറിന് താഴെയായിട്ടും സ്റ്റോറേജസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ വീട്ടിൽ ഒരു കോമൺ വാഷ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ഫ്ലോർ, ഈ ഫ്ലോർ ആക്ച്വലി ഗ്രൗണ്ട് ഫ്ലോർ ആണ്. കാര്യം ഇതിന് താഴേക്കും ഒരു ഫ്ലോർ ഉണ്ട്, മുകളിലേക്കും ഒരു ഫ്ലോർ ഉണ്ട്. അപ്പോൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ക്വീൻ സൈസ് ബെഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. താഴത്തെ ബെഡ്റൂമിലെ വാർഡ്രോബ്സ് വന്നിട്ട് ഗ്ലോസി ഫിനിഷും അതുപോലെ തന്നെ വുഡിൻ്റെ മാറ്റ് ഫിനിഷ് കോമ്പിനേഷനിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് നേരെ ഒരു ഡ്രസ്സിംഗ് സ്പേസിലേക്കാണ്. ഇവിടെ ഒരു മിഡ് ലെങ്ത് മിററും അതുപോലെ തന്നെ അതിനോട് ചേർന്ന് സ്റ്റോറേജസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സിംഗ് സ്പേസിൽ നിന്ന് കണക്ട് ചെയ്ത് വാഷ്റൂമും. നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു വാക്ക് ത്രൂ ആണ് ചെയ്തത്. നമുക്കിതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ട്സും ഇതിൻ്റെ മാർക്കറ്റ് സ്റ്റാൻഡേർഡ്സും പിന്നെ അതുപോലെ തന്നെ റേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാണുന്നു. നമുക്ക് അരുണിനോട് തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാം. ക്ലയൻറ്റിൻ്റെ നെസസിറ്റി എങ്ങനെയായിരുന്നു? ക്ലയൻറ്റിന് മീൻസ് ഒരു ആവറേജ് വീട് വേണ്ട, കുറച്ചുകൂടെ പ്രീമിയം ലെവൽ തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്തിരുന്നത്. പിന്നെ ഇതിൻ്റെ നേരത്തെ നമ്മൾ സംസാരിച്ചു, എൻ്റെ ഷേപ്പിനെ അങ്ങനെ ആക്കി എടുക്കാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പിന്നെ നോർമൽ ഒരു കളർ പാറ്റേൺസ് അല്ല ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ നോക്കി തന്നെ ഒരു പർപ്പിൾ ഷെയ്ഡൊക്കെയാണ് നമ്മൾ മേജറായിട്ട് കൊടുത്തിരിക്കുന്നത്.
കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് കൂടുതൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീട് ഇരുണ്ടിട്ടുമില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലി സ്റ്റെയറിന്റെ മുകളിലാണ് പെർഗോളാസ് കൊടുക്കാറ്. നമ്മൾ അതിന് പുറമെ തന്നെ മാക്സിമം ലൈറ്റിംഗ് കിട്ടുന്ന സ്ഥലങ്ങളിൽ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു സ്റ്റെയർ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇതിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് ഫസ്റ്റിലേക്ക് പോകാനായിട്ടൊരു കേർവ് ആയിട്ടുള്ള സ്റ്റെയറും നേരെ തിരിച്ച് ബേസ്മെൻറ്റ് ഫ്ലോറിലേക്ക് പോകാനായിട്ട് നോർമലി ഒരു സ്ട്രെയിറ്റ് സ്റ്റെയറുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഷേപ്പും തമ്മിൽ മീൻസ് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ ലൈറ്റിംഗ് മാക്സിമം ഈ കേർവിൻ്റെ ഇടയിൽ കൂടെ തന്നെ താഴേക്ക് വെക്കും. അപ്പം ബേസ്മെൻറ്റ് ഫ്ലോറിൽ നമുക്ക് മാക്സിമം ലൈറ്റിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസും നോർമൽ പോലെ സ്റ്റെയിൻലെസ് സ്റ്റീൽ വുഡോ എന്നല്ല, പ്യുവർലി GI വെച്ചിട്ട് നമ്മൾ തന്നെ ഇവിടെ ഹാൻഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ടോട്ടലി കർവ് ചെയ്ത് ഇത് ചെയ്തിട്ടുണ്ട്, ടഫൻ ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ലൈറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഗ്രിൽ പാറ്റേൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിലെല്ലാം ഒരു സ്റ്റാൻഡോട് ചെയ്തിട്ട് ചെടികളെല്ലാം വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര സെക്യൂർഡ് ആയിട്ടുള്ള ഡിസൈൻസും ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡെഫിനറ്റ്ലി കുട്ടികൾക്ക് നമ്മളിപ്പോൾ ഏതൊരു ഡിസൈൻ ചെയ്താലും അതും കൂടെ അങ്ങനെ ചെയ്യുന്നതുണ്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് കിച്ചണിലേക്ക് എത്തുമ്പോൾ സ്ഥിരം കാണാത്തതാണ് നമുക്കൊരു പാൻട്രി ഓപ്പണിംഗ് ഉണ്ട്. ഇതിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, കൗണ്ടർ ഉണ്ട്, ഓപ്പൺ കിച്ചൺ ആണ്, പക്ഷെ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി അതുണ്ട്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതൊരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്. സോ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം യൂട്ടിലൈസേഷൻ വേണ്ടിയിട്ട് ഒരു സൈഡിലെല്ലാം റൂംസും ഈ സൈഡിൽ സ്റ്റെയറിൻ്റെ ബാക്കിൽ ഒരു പാസേജ് പോലെ ഉണ്ട്. പാസേജിൻ്റെ സൈഡിലാണ് എൻ്റെ കോമൺ ടോയ്ലറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സൈഡിൽ വരുമ്പോൾ കോമൺ ടോയ്ലറ്റിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് കിച്ചണിൻ്റെ ഡോറ് വന്നില്ലെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യാനും പറ്റത്തില്ല. കാരണം ഇവർക്ക് പാൻട്രി മസ്റ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അവിടെ ഒരു ഡോറും പ്രൊവൈഡ് ചെയ്തു. ഇൻ കേസ് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ടാണെങ്കിൽ സ്മെല്ലോ അങ്ങനെയൊന്നും വരാതിരിക്കാനും പറ്റും. ആ പാസേജിൻ്റെ സൈഡിലൂടെ തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം. ഇതിനെ നമ്മൾ ഗ്രൗണ്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പറയുമ്പോൾ മീൻസ് ലെവൽസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും മൂന്നാമത്തെ നിലയാണെങ്കിലും റോഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഗ്രൗണ്ടിലാണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എങ്ങനെയാണ് ചൂസ് ചെയ്തതും പിന്നെ ഇപ്പോഴത്തെ റേറ്റ്സും ഒക്കെ എങ്ങനെയാണ്? ഓക്കെ, മെറ്റീരിയൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ നമ്മുടെ പാർട്ട് ഇപ്പോൾ ഗ്രാഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ രണ്ട് പാർട്ടായിട്ടാണ് ഒരു കൺസ്ട്രക്ഷനെ കൺസിഡർ ചെയ്യുന്നത്. അതിനെ ഇൻറ്റീരിയറിനെ സെപ്പറേറ്റാണ് ചെയ്യുന്നത്. ഇപ്പം സ്ട്രക്ചറൽ വൈസിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഫിനിഷിംഗ് വരെ എത്തുമ്പോൾ ഉള്ളത് ടൈൽസ് എല്ലാം തന്നെ ഖജാരിയുടെ ടൈൽസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ 120/60 പ്രീമിയം ക്വാളിറ്റി സാറ്റിൻ ഫിനിഷാണ്. ഇതിൻ്റെ കർവിങ് ഡിസൈൻസ് ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. പല സ്ഥലത്തും പല പല ടൈപ്പ് ഓഫ്, ഇപ്പം നേരത്തെ പറഞ്ഞ ലെപ്പോത്ര ഫിനിഷ്ഡാണ്. ടൈൽസ് മീൻസ് സിറ്റ് ഔട്ടുള്ള ഗ്രാനൈറ്റും സ്റ്റെപ്സും എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ സ്റ്റോൺസ് അതിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. പല പല ടൈപ്പ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ കോമ്പിനേഷൻസ് ആണ് ടൈൽസിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഫിനിഷിങ്ങിലേക്ക് എത്തുമ്പോൾ നമ്മൾ ജിപ്സം ബോർഡ് സീലിംഗ് യൂസ് ചെയ്യുന്നുണ്ടോ ആസ് എ കോമൺ തിങ് ആണത്. പിന്നെ ഇവിടുത്തെ ലാമിനേറ്റ്സ് എന്ന് പറയുമ്പോൾ മറൈൻ പ്ലേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനൊരു കാപ്പിച്ചിനോ ഫിനിഷാണ് അവർക്ക് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. നേരത്തെ എന്ന് വെച്ചാൽ ഡാർക്ക് ടോൺ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഫീൽ ചെയ്യരുത്. അതിന് കൂടി വേണ്ടിയിട്ട് ഒരു വാൾനട്ട് വുഡിൻ്റെ ഒരു ഫിനിഷ് കോമ്പിനേഷനും കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ലൈറ്റിംഗ് കിട്ടാനായിട്ട് ഇപ്പം നോക്കിയാൽ പറഞ്ഞു ഇപ്പം നാരോ ഇങ്ങനെ ഒരു പ്ലോട്ട് ആകുമ്പോൾ സൈഡിൽ സ്റ്റെയറിൻ്റെ അവിടെയൊക്കെ വിൻഡോസ് കൊടുക്കാൻ നമുക്ക് പാടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിൽ നിന്നുള്ള ലൈറ്റിങ് ഏറ്റവും ടോപ്പ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു 3 നില ഉണ്ടെങ്കിൽ ഏറ്റവും താഴെ വരെ എത്തുന്ന രീതിയിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നേരത്തെ ചോദിച്ചാൽ ബഡ്ജറ്റിംഗ് പറയുകയാണെങ്കിൽ നമുക്കിപ്പം എന്താ പറയുക, ഇപ്പോൾ ഈ ഒരു വീടൊക്കെ പ്രീമിയം ആകുമ്പോൾ കൺസ്ട്രക്ഷൻ ഇൻറ്റീരിയർ എല്ലാം കൂടെ ചേർത്തിട്ട് തന്നെ ഒരു 90 lakhs-ഓളം നമുക്ക് വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള വീടുമാണ്. അതെ 3000 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുമ്പോൾ വിത്ത് 5 BHK ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് എല്ലാ റൂമിനും ഒരു സ്റ്റാൻഡേർഡ് സൈസ് ഓർ എബോവ് സ്റ്റാൻഡേർഡ് സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈവൻ മാസ്റ്റർ ബെഡ്റൂം ഏറ്റവും ടോപ്പിൽ വേണമെന്നും അതിൽ വലിയ ബാൽക്കണി വേണമെന്നൊക്കെ റിക്വയർമെൻറ്റ്സ് ആയിരുന്നു. ക്ലയൻറ്റിന് എന്താണോ ഒരു റിക്വയർമെൻറ്റ് മാക്സിമം ഫുൾഫിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡിസൈൻ വൈസ് കൊണ്ടെത്തിക്കാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ ഷേപ്പ് അനുസരിച്ച് നമുക്ക് ചില കാര്യങ്ങളൊക്കെ മാത്രം കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോജക്റ്റ് അവർ വേറെ ഒരു ഡിസൈൻ ആസ്പെക്ട്സിലൊന്നും പറഞ്ഞിട്ടില്ല. സാറ്റിസ്ഫൈഡ് ആണ്. നമ്മളിപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഡീറ്റെയിൽസ് ആണ് കണ്ടിട്ടുള്ളത്. ഇനി ഇതിന് മുകളിലേക്കും ഫ്ലോർസ് ഉണ്ട്, താഴേക്കും ഫ്ലോർസ് ഉണ്ട്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസും കൂടി കാണാം. നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിന് നേരെ താഴേക്ക് പോവാണ്. ഇവിടെയും 2 റൂംസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫ്ലോറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമുക്ക് ഈ താഴത്തെ ഫ്ലോറിന്റെ ഡീറ്റെയിൽസ് പെട്ടെന്ന് നോക്കാം. നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റെയർകേസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരെ മുകളിലുള്ള സ്പൈറൽ സ്റ്റെയർകേസ് എന്നുള്ള ലൈറ്റ്, സ്പൈറൽ സ്റ്റെയർകേസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ നിന്ന് കിട്ടിയ സ്പേസ് എന്നുള്ള ലൈറ്റ് ഇവിടെ നേരെ വരുന്നുണ്ട്. ഈ ഏരിയയും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് ഫാമിലിക്ക് ഇങ്ങനെ ടൈം നല്ല ചില്ലായിട്ട് അധികം ചൂടില്ലാത്തൊരു സ്പേസ് ആണ്. കാരണം ഇത് നമ്മുടെ മുകളിലത്തെ ഫോർമൽ ലിവിങ് സ്പേസിന് നേരെ താഴെയുള്ള സ്പേസ് ആണ്.
ഇത് അവർക്കൊരു TV ഏരിയ ആയിട്ടാണ് നമ്മളിത് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു പ്രൊജക്ടർ വോളാണ്, അതാണ് പ്ലെയിൻ ആയിട്ടിരിക്കുന്നത്, വേറെ ഒന്നും ഡിസൈൻ ചെയ്യാത്ത. അവരിപ്പോൾ ജസ്റ്റ് ഇതിനകത്തൊരു നമുക്ക് ലിറ്റർ ഓൺ പ്രൊജക്ഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ ഇവിടെ ഒരു സ്വിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വുഡൻ ഫ്ലോറിങ്ങും വുഡൻ ഫ്ലോറിംഗ് നമ്മൾ മാക്സിമം റസ്റ്റിക് ഫിനിഷ് തന്നെ കൊടുക്കാൻ, ലേറ്റർ ഓൺ ഇപ്പോൾ സൗണ്ട് ഒക്കെ അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിലും ഒരു ഡിസൈൻ ആസ്പെക്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ സ്പേസിൽ നിന്ന് നേരെ 2 ബെഡ്റൂംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇവിടെയും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടും. ഈ ബെഡ്റൂമിനൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ അധികം കാണാത്തൊരു പ്രത്യേക ഗ്രീൻ ഷെയ്ഡാണ് തീം എടുത്ത് വാർഡ്രോബ്സിന് കൊടുത്തിട്ടുള്ളത്. വുഡൻ ഫിനിഷ് ഹാൻഡിൽസും ആണ് ആ വാർഡ്രോബ്സിന് കൊടുത്തിട്ടുള്ളത്. ആ ലാമിനേറ്റ്സിൻ്റെ കളർ അതേ കോമ്പിനേഷൻ മാച്ച് ചെയ്യുന്ന രീതിയിലാണ് ബെഡ് റെസ്റ്റും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓഫീസ് കം ബെഡ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു റൂം കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും പിന്നെ അവിടെ നിന്നൊരു ബാൽക്കണിയിൽ നിന്ന് താഴേക്കും മുകളിലേക്കും ആക്സസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ സെല്ലാറും ഇവിടെ നിന്ന് നമുക്ക് കാണാം. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ഡെപ്തിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. ഇങ്ങനെയുള്ളൊരു ലാൻഡാണ് ഡെവലപ്പ് ചെയ്ത് സ്പേസ് വേസ്റ്റ് ചെയ്യാതെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഈ ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ്. ഈ ഫ്ലോറിൽ ആക്ച്വലി ഒട്ടും ചൂടില്ല. കുറച്ചുകൂടി മുകളിലത്തെ ഫ്ലോറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി തണുപ്പുള്ളൊരു ഏരിയ ആണ്. ഇനി നമുക്ക് മുകളിലത്തെ ഫ്ലോറിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് മുകളിലേക്ക് ആ ഉള്ള ഫ്ലോറിലാണ് മാസ്റ്റർ ബെഡ്റൂമും പിന്നുള്ളൊരു ബെഡ്റൂമും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സ്പൈറൽ സ്റ്റെയർകേസ് ആണ്. സ്പൈറൽ സ്റ്റെയർകേസ് സെക്യൂർ ചെയ്തിട്ടുള്ളത് പ്യുവറായിട്ട് GI യൂസ് ചെയ്തിട്ടാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. കുട്ടികളൊക്കെ ഉള്ളവർക്ക് എപ്പോഴും ഒരു പേടിയുള്ള കാര്യമാണ് ഇതുപോലെ സ്റ്റെയർകേസ് കൊടുക്കുമ്പോൾ ഓപ്പൺ ആയിട്ട് കൊടുത്താറുള്ള റിസ്ക് എല്ലാം. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ സ്റ്റെയർകേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നാച്ചുറൽ ലൈറ്റ് വരാനായിട്ട് പെർഗോള പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഈ ഫ്ലോറിലാണ്. ഈ ഫ്ലോറിൽ നിന്നുള്ള ലൈറ്റിംഗ് ആണ് ശരിക്കും ഈ ഫസ്റ്റ് ഫ്ലോറിലും ഗ്രൗണ്ട് ഫ്ലോറിലും തൊട്ട് താഴത്തെ ഫ്ലോറിലും നമുക്ക് കിട്ടുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിന് നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ നേരെ നമുക്കൊരു ഓപ്പൺ ടെറസ് ഉണ്ട്. ശരിക്കും താഴത്തെ ഫ്ലോറിൽ ഒരു റൂമുണ്ടല്ലോ, ആ റൂമിന് മുകളിലായിട്ടാണ് ഈ ഓപ്പൺ ടെറസ് വരുന്നത്. അത്യാവശ്യം വൈഡർ ആയിട്ടുള്ളൊരു സ്പേസ് ആണ് ഈ ഓപ്പൺ ടെറസിനും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫസ്റ്റ് ഫ്ലോർ ലോഞ്ചിൻ്റെ 2 സൈഡിലായിട്ടാണ് 2 റൂംസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കിഡ്സ് ബെഡും ഓപ്പോസിറ്റ് സൈഡിലാണ് മാസ്റ്റർ ബെഡ്റൂമും വരുന്നത്. കിഡ്സ് ബെഡിൻ്റെ കളർ തീമും ഒരു വെറൈറ്റി ബ്ലൂ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ക്ലയൻറ്റ് റിക്വയർമെൻറ്റ്സ് സ്പെഷ്യൽ ആയിരുന്നു തോന്നുന്നു. കാര്യം താഴത്തെ ഒരു ഫ്ലോറിൽ ഒരു ഗ്രീൻ ഷെയ്ഡ് ലാമിനേറ്റ് കണ്ടു. ഈ റൂമിലും ഒരു സ്പെഷ്യൽ ബ്ലൂ ആണ്. അതെ, കളേഴ്സ് ഇപ്പം എല്ലാ റൂംസിലും ഇപ്പം കോമൺലി വൈറ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു എന്ന് വെച്ചാൽ ബ്രൈറ്റ് വൈറ്റ് അല്ല, കുറച്ച് എന്താ പറയുന്നത് കൂൾ വൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ഷെയ്ഡ്. അതിൽ വാർഡ്രോബ്സിലും ഹെഡ് ബോർഡ്സിനൊക്കെ മാത്രം വൈബ്രൻറ്റ് കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ കിഡ്സ് റൂം ആകുമ്പോൾ ഈവൻ ടോയ്ലറ്റ്സിനകത്ത് വന്നിരിക്കുന്ന ടൈൽസ് പോലും കുറച്ച് വൈബ്രൻറ്റ് ഷെയ്ഡ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് പിന്നെ മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ ഫ്രണ്ടിൽ വരുന്നത്. ഇതിന് കുറച്ച് ഇമ്പോർട്ടൻസ് മാസ്റ്റർ ബെഡ്റൂം ഉണ്ടായിരുന്നു. അതിൻ്റെ സൈസിനാണെങ്കിലോ അല്ലെങ്കിൽ അതിൻ്റെ ബാൽക്കണീസിനൊക്കെ ആണെങ്കിലോ നോർമലി നമ്മൾ ടോയ്ലറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന ഓരോ കോർണേഴ്സിലാണ്. പക്ഷേ ഈ വീടിന് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മൾ ഹോട്ടൽസിലൊക്കെ പോലെയാണ്. ഫസ്റ്റ് ഈ ഒരു പാസേജ് പോലത്തെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇതിൻ്റെ ടോയ്ലറ്റ് ഏരിയ എന്ന് പറയുന്നത്.
അകത്തേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിനോടൊപ്പം തന്നെ സ്റ്റഡി സ്പേസും ലൈക്ക് ഒരു ഓഫീസ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ടർട്ടിൽ മീൻസ് ബോട്ടിൽ ബ്ലൂ ഉണ്ടല്ലോ മറ്റേ അതെ അതുപോലത്തെ ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത്, ഷെയ്ഡാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പ്ലസ് നമ്മൾ കോമൺലി ഒരു വുഡൻ ഷെയ്ഡ് എല്ലായിടത്തും കോമൺ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വുഡിൻ്റെ നോർമൽ ടൈപ്പ് അല്ല കൊടുത്തിരിക്കുന്നത്. ഈവൻ ഈ ഒരു വാർഡ്രോബ് സ്പേസിനോട് ചേർന്ന് തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ ടോയ്ലറ്റ് ഉള്ളത്. ടബൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. കുറച്ച് സ്പേഷ്യസ് ആണ് അതെന്ന് പറയുന്നത്. അത് കുറച്ച് ലൈറ്റ് ഷെയ്ഡാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് സൈഡാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ ഏറ്റവും ഫ്രണ്ട് സൈഡാണ്. ഇവിടെ ഒരു എൽ ഷേപ്പ് ബാൽക്കണി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ടോട്ടലി നോർമൽ വിൻഡോ അല്ല, ഫുൾ ഹൈറ്റിൽ തന്നെ ഗ്ലാസും ഗ്രില്ലും ടഫ് ആൻഡ് ഗ്ലാസ് സെക്യൂർ ആക്കി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. എപ്പോഴും എല്ലാവർക്കും ഒരു സെക്യൂരിറ്റി കൺസേൺസ് വരും. നമ്മൾ റൂംസിനോട് ചേർന്ന് ഈ ബാൽക്കണി സ്പേസും അല്ലെങ്കിൽ UPVC വിൻഡോ ഡോസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ ഒരു സെക്യൂരിറ്റി കൺസേൺസ് എല്ലാവർക്കും ഉണ്ട്. ഇവിടെ UPVC വിൻഡോ തന്നെ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്ലയൻറ്റ് ടു ക്ലയൻറ്റ് ഡിഫറൻ്റ് ആണ്. നമ്മൾ ചില വീട്ടിൽ ചെല്ലുമ്പോൾ അവർ കുറച്ചുകൂടെ കുഴപ്പമില്ല, നമുക്ക് നോർമലി UPVC വിൻഡോ വിത്ത് ടഫ് ആൻഡ് ഗ്ലാസ് മതി എന്ന് പറയാറുണ്ട്. പക്ഷേ മോറോവർ 90% ക്ലയൻസും ഗ്രിൽസും യൂസ് ചെയ്യാൻ പറയുന്നുണ്ട്. കാര്യം നമുക്ക് എന്താ പറയുക, സെക്യൂരിറ്റി മൈൻഡിൽ എപ്പോഴും ആ ഇത് കാണുമല്ലോ. ഇവിടെ നമ്മൾ നോർമൽ ഒരു ആൻറ്റി സ്കിഡ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കാര്യം റൂഫ് ഹൈറ്റിൽ തന്നെയാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്ന കാരണം അത്യാവശ്യം കുറച്ച് വെള്ളം ഇവിടെ വീഴുന്നുണ്ട്. അതിൻ്റെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള സ്ലോപ്പ് മറ്റേ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു എൽ ഷേപ്പിലാണ്, നോർമൽ ഫ്രണ്ടിൽ മാത്രമല്ല സൈഡിലും കൂടെ ചേർത്തിട്ടാണ് ഇതിൻ്റെ ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. മിക്ക ഷെൽഫും റാക്സും എല്ലാം ഹൈഡ്രോളിക് ലിഫ്റ്റിംഗ് ഓട്ടോ ക്ലോസ് ആ ഒരു മെത്തേഡിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരം മുക്കോല ഭാഗത്തുള്ള അവനി എന്ന് പറയുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇതിൻ്റെ ഓണേഴ്സ്, ഈ വീടിൻ്റെ അവനി എന്ന് പറയുന്ന ഈ വീടിൻ്റെ ഓണേഴ്സ് ലക്ഷ്മിയും പ്രദീപും ബഹ്റിനിലാണുള്ളത്. അധികം താമസിച്ചിട്ടില്ല ഈ വീട്ടിൽ. ഈ വീട് വളരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഗാർഡൻസ് ആണെങ്കിലും ഇൻറ്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു വീടിൻ്റെ വിശേഷവുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.